നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. വെഞ്ഞാറുമൂട് കൂട്ടക്കൊലക്കേസ്. കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മകൻ അഫാൻ തന്നെയാണെന്ന മൊഴി ആവർത്തിച്ച് കൂട്ടക്കൊലക്കേസ് പ്രതിയുടെ മാതാവ് ഷമീന. കഴിഞ്ഞ ദിവസം വൈകിട്ട് മൊഴിയെടുത്ത പോലീസിനോടാണ് ഷമീന ഇക്കാര്യം അറിയിച്ചത്. കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കേറ്റതെന്ന് തുടക്കത്തിൽ പറഞ്ഞ ഷമീന പിന്നീടാണ് മകനെതിരെ മൊഴി നൽകിയത്. സംഭവ ദിവസം രാവിലെ തന്റെ പിന്നിലൂടെ വന്ന അഫാൻ തന്റെ ഷാളിൽ പിടിച്ചിട്ട് ഉമ്മച്ചി എന്നോട് ക്ഷമിക്കുകയും പൊറുക്കുകയും വേണം എന്ന് പറഞ്ഞുവെന്ന് ഷമി മൊഴി നൽകി. ക്ഷമിച്ചു മക്കളെ എന്ന് മറുപടി പറഞ്ഞപ്പോൾ കഴുത്തിൽ ഷാൾ മുറുക്കുന്നത് പോലെ തോന്നി. തുടർന്ന് ബോധം നഷ്ടപ്പെട്ടുവെന്നും അവർ വെളിപ്പെടുത്തി. അഫാൻ വിഷം കഴിച്ചതുമായി ബന്ധപ്പെട്ട് നടന്ന രാസപരിശോധനയിൽ ഉള്ളിൽ ചെന്ന എലിവിഷത്തിന്റെ അളവ് ചെറിയ തോതിൽ മാത്രം ആയിരുന്നുവെന്ന് അധികൃതർ പറഞ്ഞു. എലിവിഷം ശീതളപാനീയത്തിൽ ചേർത്താണ് കഴിച്ചതെന്നും പിന്നീടാണ് മദ്യപിച്ചതെന്നും അഫാൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. അതേസമയം അഫാനെ ഇനി കാണില്ലെന്നും കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നും പിതാവ് അബ്ദുൾ റഹീം നേരത്തെ പറഞ്ഞിരുന്നു. കൂട്ടക്കൊലപാതകം നടന്ന ആ വീട്ടിലേക്ക് പോവാൻ കഴിയുന്നില്ലെന്നും അബ്ദുൾ റഹീം പറഞ്ഞു. ആശുപത്രി വിട്ട ഭാര്യ ഷമിക്കൊപ്പം അഗതി മന്ദിരത്തിലാണ് റഹീം ഇപ്പോൾ താമസിക്കുന്നത്. 3ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാവുന്നതോടെ കൂട്ടക്കൊലപാതക കേസിലെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കും. ജനുവരി 24-നാണ് കനത്ത കടബാധ്യതയെ തുടർന്ന് അഫാൻ 5 ക്രൂര കൊലപാതകങ്ങൾ നടത്തിയത്.